അംഗീകരിച്ചു തരുന്നു അതുവരെ ഞങ്ങൾ ഇവിടെ ഉണ്ടാവും. ഞങ്ങൾക്ക് ആനുകൂല്യങ്ങൾ കിട്ടുന്നിടം വരെ ഞങ്ങൾ സമരം ചെയ്യുക തന്നെ ചെയ്യും, അത് മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ ചെയ്യും. PSC ചെയർമാനും അംഗങ്ങൾക്കും ലക്ഷങ്ങൾ ശമ്പളം കൂട്ടി നൽകിയിട്ടും ആശാ വർക്കർമാരെ തിരിഞ്ഞു നോക്കാതെ സർക്കാർ. സെക്രട്ടേറിയറ്റിന് മുന്നിലെ രാപകൽ സമരത്തിലേക്ക് ആശമാരുടെ പ്രവാഹം. ആശമാർക്കുള്ള വേതനം കൂടുതൽ കേരളത്തിലെന്ന് ആവർത്തിച്ച് ആരോഗ്യമന്ത്രി. ഇഷ്ടക്കാർക്കുള്ള സർക്കാരിന്റെ കരുതൽ തുടരുന്നു. ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധി KV തോമസിന്റെ യാത്രാബത്ത 5 ലക്ഷത്തിൽ നിന്ന് 11,30,000 ആക്കും. പൊതുഭരണ വകുപ്പിന്റെ ശുപാർശ ധനവകുപ്പിന്. रेखा गुप्ता ईश्वर की शपथ लेती हूं कि मैं विधि द्वारा स्थापित भारत के संविधान के प्रति सच्ची श्रद्धा और निष्ठा रखूंगी. ഡൽഹിയിൽ BJP സർക്കാർ അധികാരമേറ്റു. രാജ്യത്തെ BJPയുടെ ഏക വനിതാ മുഖ്യമന്ത്രിയായി രേഖ ഗുപ്ത. 6 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തു. BJPയുടെ ഡൽഹിയിലെ തിരിച്ചുവരവിന് സാക്ഷ്യം വഹിച്ച് പ്രധാനമന്ത്രി. സർക്കാർ അനുമതി നൽകിയാലും പാലക്കാട്ടെ ബ്രൂവറി തുടങ്ങാൻ സമ്മതിക്കില്ലെന്ന് പ്രതിപക്ഷം. മുഖ്യമന്ത്രിയുമായി സംവാദത്തിന് തയ്യാറെന്ന് VD സതീശൻ. CPI കീഴടങ്ങിയെന്ന് പരിഹാസം. ആറ് വർഷമായിട്ടും ശമ്പളം കിട്ടിയില്ല. കോഴിക്കോട് താമരശ്ശേരിയിൽ എയ്ഡഡ് സ്കൂൾ അധ്യാപിക ജീവനൊടുക്കി. നിയമനത്തിന് 13 ലക്ഷം രൂപ താമരശ്ശേരി രൂപതയുടെ മാനേജ്മെന്റിന് നൽകിയതായി കുടുംബം. മാനേജ്മെന്റിന് ഗുരുതര വീഴ്ചയെന്ന് വിദ്യാഭ്യാസ വകുപ്പ്. അമേരിക്ക നൽകുന്ന സഹായം ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനാണ് ഉപയോഗിക്കപ്പെടുന്നതെന്ന് ഡൊണാൾഡ് ട്രംപ്. റഷ്യ ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ അമേരിക്കയിൽ $2000 ചെലവഴിച്ചതായും ട്രംപ്. ചാമ്പ്യൻസ് ട്രോഫിയിൽ ടീം ഇന്ത്യ ഇറങ്ങുന്നു. ദുബായിൽ ബംഗ്ലാദേശിനെതിരെ ജയത്തോടെ തുടങ്ങാൻ രോഹിതും സംഘവും. രഞ്ജി ട്രോഫിയിൽ ഫൈനൽ ഉറപ്പിക്കാനുള്ള 1ാം ഇന്നിംഗ്സ് ലീഡിനായി കേരളവും ഗുജറാത്തും പൊരിഞ്ഞ പോരാട്ടത്തിൽ. മാന്യമായ വേതനം ആവശ്യപ്പെട്ടുള്ള ആശാ വർക്കർമാരുടെ രാപകൽ സമരം 11ാം ദിവസത്തിലേക്ക് കടന്നു. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇന്ന് 100 കണക്കിന് ആളുകൾ പങ്കെടുത്ത മഹാസംഗമമാണ് നടന്നത്. ഡൽഹിയിലെ സർക്കാർ പ്രതിനിധി KV തോമസിനുള്ള യാത്രാബത്തയും 6.5 ലക്ഷത്തോളം കൂട്ടാൻ സർക്കാർ നീക്കം തുടങ്ങിയിരിക്കുകയാണ്. ഇന്ന് സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ നമ്മുടെ സമരത്തെ പിന്തുണയ്ക്കുവാൻ തയ്യാറായി. തലസ്ഥാനം അടുത്ത കാലത്തൊന്നും കാണാത്തത്ര സ്ത്രീ പങ്കാളിത്തമായിരുന്നു ഇന്നത്തെ സമരത്തിന്. പൊരിവെയിൽ അവഗണിച്ച് 100 കണക്കിന് സ്ത്രീകൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ തടിച്ചുകൂടി. വേതനം ഉപാധികളില്ലാതെ നൽകാമെന്ന സർക്കാർ വാഗ്ദാനമൊന്നും പ്രതിഷേധം തണുപ്പിക്കുന്നില്ല. വേതന വർധനവും വിരമിക്കൽ ആനുകൂല്യവും പെൻഷനും കിട്ടിയേ പറ്റൂ. കഴിഞ്ഞ ദിവസം PSC അംഗങ്ങളുടെ ശമ്പളത്തിൽ വരുത്തിയ ലക്ഷങ്ങളുടെ വർധന പ്രതിഷേധത്തിന്റെ മൂർച്ച കൂട്ടുന്നു. പാവപ്പെട്ട ഞങ്ങൾ ഇങ്ങനെ കിടന്ന് ഈ 233 രൂപ ഒരു ദിവസം തന്നാൽ ഞങ്ങൾക്ക് എന്തോന്നിനുണ്ട്? അത് ഈ മന്ത്രിക്ക് ഒന്നും മനസ്സിലാക്കാൻ പറ്റാത്തതുകൊണ്ടാണോ ഈ പാവപ്പെട്ട ഞങ്ങളിങ്ങനെ ഈ പൊരി വെയിലത്ത് കിടന്ന് ഈ സമരം ചെയ്തിട്ട് പോലും അവരെ ഒന്നും മനസ്സലിയാത്തത്? ഇത്രയും കഠിനമായ മനസ്സുള്ള ഒരു മന്ത്രിയാണെന്ന് ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു അവസ്ഥയായി പോയി. പണം തരാത്ത കേന്ദ്ര സർക്കാരിനെതിരെയാണ് സമരം ചെയ്യേണ്ടതെന്ന ആരോഗ്യമന്ത്രിയുടെ പ്രതികരണവും സമരക്കാർ തള്ളി. ആരോഗ്യവകുപ്പിന്റെ ഉദ്ദേശമൊന്നും ഞങ്ങൾക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞങ്ങൾക്ക് ആനുകൂല്യങ്ങൾ കിട്ടുന്നിടം വരെ ഞങ്ങൾ സമരം ചെയ്യുക തന്നെ ചെയ്യും, അത് മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ ചെയ്യും. എന്ന് ഞങ്ങളുടെ അവകാശങ്ങൾ അംഗീകരിച്ചു തരുന്നു അതുവരെ ഞങ്ങൾ ഇവിടെ ഉണ്ടാവും. ഇതിനിടെ രാഷ്ട്രീയ നിയമനങ്ങൾ നേടിയവരുടെ വേതനം കൂട്ടുന്ന നടപടി സർക്കാർ തുടരുകയാണ്. കോൺഗ്രസ് വിട്ട് ഇടതുപാളയത്തിലെത്തി ദില്ലിയിലെ സർക്കാർ പ്രതിനിധിയായ KV തോമസിന്റെ യാത്രാബത്തയാണ് ഒടുവിൽ കൂട്ടുന്നത്. 5 ലക്ഷം എന്നത് 11,31,000 ആക്കാനുള്ള ശുപാർശ പൊതുഭരണ വകുപ്പ് ധനവകുപ്പിന് കൈമാറി. സർക്കാർ പീഡർമാരുടെ ശമ്പളവും കൂട്ടി. സ്പെഷ്യൽ പീഡർമാർക്കും സീനിയർ പീഡർമാർക്കും 30,000 വീതം. ശമ്പളം കൂട്ടുന്നതിന് 3 വർഷത്തെ മുൻകാല പ്രാബല്യവുമുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം.
ആശാവർക്കർമാരുടെ സമരത്തെ നേരിടാൻ കണക്കുകൾ പുറത്തുവിടുകയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ. കഴിഞ്ഞ സാമ്പത്തിക വർഷം കേന്ദ്രവിഹിതമായി 1 രൂപ പോലും കിട്ടിയില്ലെന്നാണ് കേരളത്തിന്റെ വാദം. പ്രതിവർഷം 120 കോടി രൂപയാണ് ഓണറേറിയം വിതരണത്തിന് വേണ്ടിവരുന്നത്. മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ ഉയർന്ന ഓണറേറിയമാണ് കേരളം നൽകുന്നതെന്ന് കണക്കുകളടക്കം ആരോഗ്യമന്ത്രിയാണ് ഇന്ന് പുറത്തുവിട്ടത്. ആശമാർക്ക് ഏറ്റവും കൂടുതൽ ഓണറേറിയം നൽകുന്ന സംസ്ഥാനം കേരളമാണ്. 7000 ഓണറേറിയമാണ്. അതിനുശേഷം കേന്ദ്ര സർക്കാർ നൽകുന്ന ഇൻസെന്റീവായിട്ടുള്ള 2000 പ്ലസ് 1000 3000, അതുകൂടാതെ മറ്റ് പ്രവർത്തനങ്ങൾക്ക് നൽകപ്പെടുന്ന ഇൻസെന്റീവ്സ്, അങ്ങനെ ഒരു 10,000-ന് മുകളിൽ 12,500, 14,000 വരെയൊക്കെ വാങ്ങുന്ന ആശമാര് ഉണ്ട്. 2023-24 വർഷം കേന്ദ്ര സർക്കാർ 1 രൂപ പോലും കേരളത്തിന് നൽകിയിട്ടില്ല. ആശമാരുടെ വേതനത്തിന് വേണ്ടിയിട്ട് നൽകേണ്ടിയിരുന്നത് 100 കോടി രൂപയാണ്. ആ വർഷം ആശമാരുടെ വേതനം ഉൾപ്പെടെ മുടങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടി പണം നൽകിയത് ധനവകുപ്പാണ്. കേരളത്തിന് നൽകേണ്ടതായിട്ടുള്ള കേന്ദ്രം കമ്മിറ്റ് ചെയ്തിട്ടുള്ള തുക ആവശ്യപ്പെട്ടുകൊണ്ട് ഡൽഹിയിൽ സമരം ചെയ്യുന്നതിന് ഞാൻ അവരുടെ ആശമാർക്കൊപ്പം അവിടെ സമരം ചെയ്യാൻ തയ്യാറാണ്. സംസ്ഥാനത്തിന്റെ നിലപാട് എപ്പോഴും ആശമാർക്കൊപ്പമുള്ള നിലപാടാണ്. അതുകൊണ്ടാണല്ലോ ഇത്രയും സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ കേരളം നൽകുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ഡാൻ കുര്യൻ ചേരുകയാണ്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാ വർക്കർമാരുടെ മഹാസംഗമമാണ് ഇപ്പോൾ നടക്കുന്നത്. ഡാൻ, കേരളം പതിവ് വാദം ഉന്നയിക്കുകയാണല്ലോ, ആരോഗ്യമന്ത്രിയും അത് ആവർത്തിക്കുകയാണ്, കേന്ദ്ര സഹായം കിട്ടിയില്ല എന്ന്. പക്ഷേ അത് ഇൻസെന്റീവിന്റെ കാര്യത്തിൽ മാത്രമല്ലേ? ഈ ഓണറേറിയം നൽകുന്നതിൽ നവംബർ മുതലുള്ള പെൻഡിംഗ് ഉണ്ട്, അത് നൽകുമെന്ന് പറഞ്ഞിരുന്നു, അത് കിട്ടിയില്ല എന്ന് ഇന്നലെ ആശാ വർക്കർമാർ പറയുകയും ചെയ്തു. എന്താണ് ഇക്കാര്യത്തിൽ പുതിയ വിവരമുള്ളത്? മഞ്ജുഷ, ആശാ വർക്കർമാരുടെ സമരം 11ാം ദിവസം മഹാസംഗമത്തിന് വഴിമാറി. അവിടെ അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളും വിവിധ സംഘടനകളും രംഗത്തെത്തുന്നതിനിടയിലാണ് അതിനെ പ്രതിരോധിച്ചുകൊണ്ട് ആരോഗ്യമന്ത്രി വീണ ജോർജും ആരോഗ്യ വകുപ്പും രംഗത്തെത്തിയിരിക്കുന്നത്. ആരോഗ്യമന്ത്രി പറയുന്നത് 26,150 ആശാ വർക്കർമാരാണ് നാഷണൽ ഹെൽത്ത് മിഷന് കീഴിൽ സംസ്ഥാനത്ത് 14 ജില്ലകളിലായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ഏതാണ്ട് ഇൻസെന്റീവ് നൽകുന്നതിന് വേണ്ടി മാത്രം ഒരു മാസം 8 മുതൽ 10 കോടി രൂപ വരെയാണ് ചെലവാകുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു വർഷം ആകെ 120 കോടി രൂപ ഇൻസെന്റീവ് നൽകുന്നതിന് വേണ്ടി മാത്രം ആവശ്യമായി വരും. ഇതിനുള്ള തുക നേരത്തെ കണ്ടെത്തിയിരുന്നത് NHMന്റെ കീഴിലുള്ള 36 പദ്ധതികൾ സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെ 36 പദ്ധതികൾക്ക് വേണ്ടി കേന്ദ്രം പണം അനുവദിക്കുകയാണ് സാധാരണയായി ചെയ്യാറ്. പക്ഷേ 2023-24 സാമ്പത്തിക വർഷത്തിൽ 1 രൂപ പോലും കേന്ദ്രം പണം അനുവദിച്ചിട്ടില്ല നാഷണൽ ഹെൽത്ത് മിഷന്. അതുകൊണ്ട് തന്നെ NHMലെ ജീവനക്കാരുടെ ശമ്പളം നൽകുന്നതടക്കമുള്ള കാര്യങ്ങൾ ഇതിനോടകം മുടങ്ങിക്കിടക്കുകയാണ്. പക്ഷേ ഈ 12 മാസവും ഇൻസെന്റീവ് ഇനത്തിൽ ഈ 26,150 ആശാ വർക്കർമാർക്കും 2,000 മുതൽ 3,000 രൂപ വരെ സർക്കാർ നൽകിയിട്ടുണ്ട് എന്നാണ് ആരോഗ്യവകുപ്പ് പുറത്തുവിടുന്ന കണക്കുകൾ. അതോടൊപ്പം അവർ എടുത്തു പറയുന്ന കാര്യം, മറ്റ് സംസ്ഥാനങ്ങളിൽ, അതായത് കേരളമാണ് രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഓണറേറിയം നൽകുന്ന സംസ്ഥാനം. 2018-ൽ 4,000 രൂപയായിരുന്നത് ഇപ്പോൾ അത് 7,000 രൂപയായി ഉയർത്തിയിരിക്കുന്ന സാഹചര്യമാണ്. അവിടെ പഞ്ചാബിൽ 2,500-ഉം കർണാടകയിൽ 5,000-ഉം മധ്യപ്രദേശിൽ 4,000-ഉം വെസ്റ്റ് ബംഗാളിൽ 5,250-ഉം ഹരിയാനയിൽ 6,100 രൂപയുമാണ് ആ ഓണറേറിയമായി നൽകുന്നത്. അവിടെ കേരളം അത് 7,000 രൂപയായി നൽകുമ്പോൾ അത് അധിക ചെലവായി മാറുകയാണ് ആരോഗ്യവകുപ്പിന്. നമ്മുടെ സംസ്ഥാനം വലിയൊരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നതിനിടയിൽ ഈ പശ്ചാത്തലത്തിൽ ഓണറേറിയം 2 ഇരട്ടി വർദ്ധിപ്പിക്കുക എന്നതിൽ പ്രായോഗികമായ ചില ബുദ്ധിമുട്ടുകളുണ്ട്. അതോടൊപ്പം തന്നെ ഈ 100 കോടി രൂപ കേന്ദ്രം സംസ്ഥാനത്തിന് കൈമാറേണ്ടിയിരുന്ന 100 കോടി രൂപ കൈമാറാതെ ഇരുന്നതിന്റെ കാരണമെന്ന തരത്തിൽ ഔദ്യോഗികമായി അവർ പങ്കുവെക്കുന്ന കാര്യം, കേന്ദ്ര പദ്ധതികൾ സംസ്ഥാനത്ത് നടപ്പിലാക്കുമ്പോൾ അതിന് കേന്ദ്രത്തിന്റെ ലോഗോ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വേണം ഈ പദ്ധതികൾ നടപ്പിലാക്കാൻ. ആ ലോഗോ വെക്കുന്നതിന് സംസ്ഥാനം വിമുഖത കാണിച്ചതോടെയാണ് ഈ പദ്ധതികൾക്ക് വേണ്ടിയുള്ള വൻ തുക നൽകാൻ കേന്ദ്ര സർക്കാർ വിസമ്മതിക്കുകയും ഇനി 2023-24 വർഷത്തെ 1 രൂപ പോലും NHMന് നൽകത്തില്ല എന്നൊരു നിലപാടിലേക്ക് കേന്ദ്ര സർക്കാർ എത്തുകയും ചെയ്തത്. ഈ ഒരു സാഹചര്യത്തിൽ ഇതൊരു അധിക പ്രതിസന്ധിയിലേക്ക് വഴിവെച്ചിരിക്കുന്നതിനിടയിലാണ് ആശാ വർക്കർമാർ സമരവുമായി തെരുവിലിറങ്ങിയത് എന്നാണ്. പക്ഷേ ആശാ വർക്കർമാർ തെരുവിലിറങ്ങുമ്പോൾ കണക്ക് പറയുന്ന സംസ്ഥാന സർക്കാർ PSC ചെയർമാനും അംഗങ്ങൾക്കും ശമ്പളം കൂട്ടി നൽകുന്നതിനെക്കുറിച്ചോ അതല്ലെങ്കിൽ KV തോമസിന്റെ യാത്രാബത്ത കൂട്ടുന്നതിനെക്കുറിച്ചോ മൗനം പാലിക്കുകയാണ്.
മറ്റു വാർത്തകളിലേക്ക്. ഡൽഹി മുഖ്യമന്ത്രിയായി രേഖാ ഗുപ്ത സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. രാംലീല മൈതാനിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം നേതാക്കളുടെ വൻ നിരയെ സാക്ഷിയാക്കിയായിരുന്നു സത്യപ്രതിജ്ഞ ചടങ്ങ്. രാജ്യ തലസ്ഥാനത്ത് കാൽ നൂറ്റാണ്ടിനു ശേഷം അധികാരം തിരിച്ചുപിടിച്ച BJP സത്യപ്രതിജ്ഞ ചടങ്ങ് ആഘോഷമാക്കി മാറ്റുകയായിരുന്നു. विधि द्वारा स्थापित भारत के संविधान के प्रति सच्ची श्रद्धा और निष्ठा रखूंगी। मैं भारत की प्रभुता और अखंडता अक्षुण्ण रखूंगी। मैं मुख्यमंत्री के रूप में अपने कर्तव्यों का श्रद्धापूर्वक और शुद्ध अंतःकरण से निर्वहन करूंगी तथा मैं भय या पक्षपात VR കാർത്തിക് ചേരുകയാണ്. കാർത്തിക്, എന്തെല്ലാമാണ് രാംലീല മൈതാനത്ത് നടന്ന സത്യപ്രതിജ്ഞ ചടങ്ങിന്റെ മറ്റു വിവരങ്ങൾ? NDAയുടെ ഐക്യം വിളിച്ചെഴുതുന്ന ഒരു ചടങ്ങാക്കി ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് മാറ്റി എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. കാൽ നൂറ്റാണ്ടിനു ശേഷം ദില്ലിയിൽ ഭരണത്തിലെത്തിയ BJP ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് അക്ഷരാർത്ഥത്തിൽ ആഘോഷമാക്കി. രേഖാ ഗുപ്ത ദൈവനാമത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. തുടർന്ന് പർവേസ് സാഹിബ് സിംഗ് വർമ്മ, ആശിഷ് സൂദ, മഞ്ജിത് സിംഗ് സിർസ, അതോടൊപ്പം തന്നെ രവീന്ദ്ര ഇന്ദർജിത് സിംഗ്, കപിൽ മിശ്ര, പങ്കജ് കുമാർ സിംഗ് ഇവരും ദൈവനാമത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റത്. ജാട്ട്, സിഖ്, പഞ്ചാബി, ദളിത്, പൂർവാഞ്ചലി ഇങ്ങനെ എല്ലാ വിഭാഗങ്ങൾക്കും പരിഗണന നൽകിക്കൊണ്ടുള്ള ഒരു മന്ത്രിസഭാ പ്രാതിനിധ്യമാണ് BJP തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. മറ്റൊന്ന്, ആദ്യമായി MLA ആയ ഒരു വനിതയെ ദില്ലി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടിയ ചടങ്ങ് അക്ഷരാർത്ഥത്തിൽ രാജ്യത്തുടനീളം സ്ത്രീകൾക്ക് നൽകുന്ന ഒരു സന്ദേശം കൂടിയാക്കി BJP മാറ്റി. മാത്രമല്ല 2019 AAP വിട്ട് BJPയിലെത്തിയ കപിൽ മിശ്രയ്ക്ക് കൂടി ഈ മന്ത്രിസഭയിൽ പ്രാതിനിധ്യം നൽകി. അതും BJP നൽകുന്ന കൃത്യമായ സന്ദേശമായിരുന്നു. എന്തായാലും വിവിധ സാമുദായിക സമവാക്യങ്ങൾ. മറ്റു വാർത്തകളിലേക്ക്. ഹൈക്കമാൻഡ് ഇടപെട്ടിട്ടും തരൂർ വിവാദം കോൺഗ്രസിൽ കെട്ടടങ്ങുന്നില്ല. നിലപാട് തിരുത്താൻ തയ്യാറല്ലെന്ന് ശശി തരൂർ ആവർത്തിച്ചതോടെ നേരിട്ട് മറുപടി പറയാതെ സർക്കാർ കണക്കുകളെ ചോദ്യം ചെയ്യുകയാണ് കോൺഗ്രസ്. കോൺഗ്രസിലെ തരൂർ വിവാദം ഇടതു മുന്നണി പക്ഷേ ശക്തമായി ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. വിലക്കും മുന്നറിയിപ്പുമൊന്നും മുഖവിലക്കെടുക്കാതെ പോർമുഖം തുറന്നു നിൽക്കുകയാണ് തരൂർ. കേരളത്തിന്റെ വ്യവസായ വളർച്ചയെക്കുറിച്ച് താൻ നിരത്തിയ വസ്തുതകൾ തെറ്റെങ്കിൽ കണക്കുവെച്ച് കോൺഗ്രസ് നേതൃത്വം അതിനെ പ്രതിരോധിക്കണമെന്നാണ് തരൂരിന്റെ നിലപാട്. ഭരണപക്ഷത്തു നിന്ന് പോലും ഉയരാത്ത വെല്ലുവിളിയാണ് തരൂരിൽ നിന്ന് കോൺഗ്രസ് നേരിടുന്നത്. തരൂരിന്റെ കണക്കുകൾ തെറ്റാണെന്ന് VD സതീശൻ ആവർത്തിക്കുന്നു. കണക്കു നിരത്തി തന്നെ തിരുത്തണമെന്ന തരൂരിന്റെ വാദം പാർട്ടിക്കുണ്ടാക്കുന്ന നാണക്കേട് ചെറുതല്ല. ഞാനത് അദ്ദേഹവുമായിട്ട് കൊമ്പ് കൊടുക്കാനോ വഴക്കിടാനോ ഒന്നും ഞങ്ങളില്ല. അത് അദ്ദേഹം വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ്, കേരള കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ്. അദ്ദേഹത്തോട് സംസാരിക്കേണ്ടത് അഖിലേന്ത്യാ കോൺഗ്രസ് നേതൃത്വമാണ്. ഞങ്ങളൊക്കെ അതിനേക്കാളൊക്കെ വളരെ താഴെ പൊസിഷനിലിരിക്കുന്ന ആളാണ്, ഞങ്ങളുടെയൊക്കെ മീതെ നിൽക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തെ ശാസിക്കാനോ അദ്ദേഹത്തെ ഉപദേശിക്കാനോ അദ്ദേഹത്തിനെ തിരുത്താനോ ഒന്നും ശേഷിയുള്ള ആളുകളല്ല ഞങ്ങൾ. ഹൈക്കമാൻഡ് ഇടപെട്ടിട്ടും തരൂർ നിലപാട് തുടരുന്നതിൽ നേതൃത്വത്തിന് കടുത്ത അതൃപ്തിയുണ്ട്. പക്ഷേ തൽക്കാലം തരൂരിനെതിരെ പരസ്യ നീക്കത്തിനില്ല. തരൂരിന് നേരിട്ട് മറുപടി പറയുന്നതിന് പകരം സർക്കാർ കണക്കുകൾ ചോദ്യം ചെയ്യുകയാണ് പ്രതിപക്ഷ തന്ത്രം. ഞങ്ങൾ ഗവൺമെന്റുമായി ഡിബേറ്റ് നടക്കുന്ന ഒരു വിഷയത്തിൽ അദ്ദേഹം ഗവൺമെന്റിന് അനുകൂലമായിട്ട് ഒരു ആർട്ടിക്കിൾ എഴുതിയപ്പോൾ ആ ആർട്ടിക്കിളിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് ശരിയല്ല എന്ന് ഞങ്ങൾ പറഞ്ഞു. ഞാനത് പ്രൂവ് ചെയ്തല്ലോ. അദ്ദേഹം പറഞ്ഞ സ്റ്റാറ്റിസ്റ്റിക്സ് ശരിയല്ല എന്ന്. തദ്ദേശ തിരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കെ ഇടതുമുന്നണിക്ക് വീണുകിട്ടിയ തുറുപ്പ് ചീട്ടായി മാറി തരൂരിന്റെ ലേഖനം. പ്രത്യേകിച്ച് CPM ലേഖനം ആഘോഷമാക്കുന്നു. സത്യം പറഞ്ഞ തരൂരിനെ കോൺഗ്രസ് വേട്ടയാടുന്നു എന്ന പ്രചരണമാണ് CPM വ്യാപകമാക്കുന്നത്. ഇടതുമുന്നണിയുടെ തിരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ മുഖ്യ വിഷയം തരൂരിന്റെ ലേഖനമായാലും അത്ഭുതപ്പെടാനില്ല. ന്യൂസ് 18 തിരുവനന്തപുരം. കോൺഗ്രസിലെ അനാവശ്യ വിവാദങ്ങളിൽ മുസ്ലിം ലീഗ് നേതൃത്വത്തിന് കടുത്ത അതൃപ്തിയാണ്. വേണ്ടിവന്നാൽ ഹൈക്കമാൻഡിനെ കണ്ട് വിഷയം ഉന്നയിക്കാനാണ് ലീഗ് നേതാക്കളുടെ തീരുമാനം. കോൺഗ്രസിലെ വിവാദങ്ങൾ UDFന്റെ സാധ്യതകൾ ഇല്ലാതാക്കുമെന്നാണ് മുസ്ലിം ലീഗിന്റെ നിലപാട്. തെരഞ്ഞെടുപ്പെടുത്തിരിക്കെ കോൺഗ്രസിലെ ആഭ്യന്തര തർക്കങ്ങൾ UDFന്റെ സാധ്യതകളെ നേരിട്ട് ബാധിക്കുമെന്ന വിലയിരുത്തലാണ് മുസ്ലിം ലീഗിനുള്ളത്. മുഖ്യമന്ത്രി പദത്തെ ചൊല്ലിയുള്ള വിവാദവും ശശി തരൂരിന്റെ ലേഖനവുമൊക്കെ ഇടതുപക്ഷം UDFനെതിരെ ആയുധമാക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. വിവാദങ്ങൾ വേഗത്തിൽ പരിഹരിക്കാൻ സംസ്ഥാന നേതൃത്വം ശ്രമിച്ചതുമില്ല. തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കെ ഇത്തരം വിവാദങ്ങൾ UDFനുള്ള മേൽക്കൈ കളഞ്ഞേക്കുമെന്ന ആശങ്കയും ലീഗിനുണ്ട്. ഈ സാഹചര്യത്തിലാണ് തർക്കങ്ങൾ അനന്തമായി നീണ്ടുപോയാൽ ഹൈക്കമാൻഡിനെ നേരിൽ കണ്ട് കാര്യങ്ങളുടെ ഗൗരവം അറിയിക്കാൻ ലീഗ് ശ്രമിക്കുന്നത്. കോൺഗ്രസ് എല്ലാം പരിഹരിക്കുമെന്നും അതിരുകടന്ന ആശങ്കയ്ക്ക് അർത്ഥമില്ലെന്നുമായിരുന്നു കോൺഗ്രസിൽ പ്രശ്നങ്ങളുണ്ടോ എന്ന ചോദ്യത്തിന് കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം. ഹൈക്കമാൻഡ് തന്നെ അവരുടെ പാർട്ടിക്കാരെ അവർ സോർട്ട് ഔട്ട് ചെയ്തോളും. അപ്പോൾ കോൺഗ്രസിന്റെ കാര്യങ്ങൾ കോൺഗ്രസിന് സോർട്ട് ഔട്ട് ചെയ്യാൻ
ഉള്ള സംവിധാനം അവർക്ക് തന്നെ ഉണ്ട്, അവർ ചെയ്തോളൂ. കോൺഗ്രസിലെ തർക്കം മുസ്ലിം ലീഗ് മത്സരിക്കുന്ന ചില സീറ്റുകളെ കൂടി ബാധിക്കുമെന്ന വിലയിരുത്തലും ലീഗിനുണ്ട്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് UDF-ലെ ഭിന്നതകളെല്ലാം മാറ്റി ഐക്യത്തോടെ പ്രവർത്തിക്കണമെന്ന് ലീഗ് ആഹ്വാനം ചെയ്യുന്നത്. എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും പരിഹാരത്തിന് മുൻകൈയെടുക്കുന്ന മുസ്ലിം ലീഗിനെ തള്ളിക്കളയാൻ കഴിയില്ല എന്നതുകൊണ്ട് തന്നെ ലീഗിന്റെ വാക്കുകൾ ഹൈക്കമാൻഡ് സ്വീകരിക്കുമെന്ന പ്രതീക്ഷയും ലീഗിനുണ്ട്. മലപ്പുറത്ത് നിന്നും CV അനുമോദ്, ന്യൂസ് 18. സംസ്ഥാനങ്ങളുടെ ഫെഡറൽ അധികാരത്തിന്മേലുള്ള കേന്ദ്രത്തിന്റെ കടന്നുകയറ്റമാണ് UGC കരട് ചട്ട ഭേദഗതി നിർദ്ദേശങ്ങളെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. UGC ചട്ട ഭേദഗതിക്കെതിരെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് നടത്തിയ ദേശീയ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. തമിഴ്നാട്, തെലങ്കാന, കർണാടക സർക്കാർ പ്രതിനിധികളും കൺവെൻഷനിൽ പങ്കെടുത്തു. UGC ചട്ട ഭേദഗതിക്കെതിരായ അടുത്ത കൺവെൻഷൻ ഹൈദരാബാദിലായിരിക്കും നടക്കുക. UGC ചട്ട ഭേദഗതിക്കെതിരെ നേരത്തെ കേരള നിയമസഭ പ്രമേയം പാസാക്കിയിരുന്നു. അതിന് പിന്നാലെയാണ് സമാന നിലപാടുള്ള സംസ്ഥാനങ്ങളുമായി ചേർന്നുള്ള പ്രതിഷേധ പരിപാടി. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കഴിഞ്ഞ വർഷം സംസ്ഥാനം 3000 കോടി ചെലവിട്ടു. ഇത്തവണ 5000 കോടി നീക്കിവെച്ചു. എന്നിട്ടും കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് UGC ആണ്. VC നിയമനത്തിൽ പോലും സംസ്ഥാനങ്ങൾക്ക് അധികാരമില്ല. ഗവർണർമാർ അവരുടെ രാഷ്ട്രീയ യജമാനന്മാർക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നതെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു. Following political interventions by the gubernatorial office in the administration of state universities as their chancellor, the Kerala Legislative Assembly passed bills that sought to prevent such excesses. However, the gubernatorial office was being used for political motives, especially with regard to running state universities. The union government is spending money on establishing myths as facts and beliefs as science. UGC ചട്ട ഭേദഗതിയെ പരിഹസിച്ച് തെലങ്കാന ഉപമുഖ്യമന്ത്രി ബട്ടി വിക്രമാർക ബല്ലു രംഗത്ത് വന്നു. You pay the bill, but you don't get to order the food. States are expected to fund and administer universities. Yet, our role in crucial decisions, from Vice Chancellor appointments to admissions, is being erased. തമിഴ്നാട്, കർണാടക മന്ത്രിമാരും കേന്ദ്രത്തിനെതിരെ രൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, സംസ്ഥാന മന്ത്രിമാർ, ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ പ്രമുഖർ എന്നിവരും കൺവെൻഷനിൽ പങ്കെടുത്തു. എന്നാൽ സംസ്ഥാനത്തെ ഒരു സർവകലാശാലയിലെ വൈസ് ചാൻസലർമാരും യോഗത്തിലെത്തിയില്ല. UGCക്കെതിരായ പ്രതിഷേധമെന്ന സാഹചര്യം വന്നതിനാലാണ് VCമാർ വിട്ടുനിന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. ഗവർണർമാർ രാഷ്ട്രീയം കളിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാനത്തടക്കം ഗവർണർമാർ പരിധി കടക്കാൻ ശ്രമം നടത്തുകയുണ്ടായി. അവരുടെ യജമാനന്മാർക്ക് വേണ്ടിയാണിത്. സുപ്രീം കോടതിയുടെ വിമർശനമുണ്ടായിട്ടും അത് തുടർന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. Following political interventions by the gubernatorial office in the administration of state universities as their chancellor, the Kerala Legislative Assembly passed bills that sought to prevent such excesses. Several bills were set upon, questioning the autonomy of the legislature. The gubernatorial office was being used for political motives, especially with regard to running state universities. കോഴിക്കോട് കട്ടിപ്പാറയിൽ ശമ്പളം കിട്ടാത്തതിനെ തുടർന്ന് ജീവനൊടുക്കിയ അധ്യാപിക അലീന ബെന്നിയുടെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായി. അലീനയുടെ മരണത്തിലേക്ക് നയിച്ചത് മാനേജ്മെന്റിന്റെ ഗുരുതര വീഴ്ചയാണെന്ന് വ്യക്തമാക്കുന്ന വിദ്യാഭ്യാസ വകുപ്പിന്റെ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. മറ്റൊരു ടീച്ചറുടെ ഒഴിവിലേക്കായിരുന്നു മാനേജ്മെന്റ് അലീനയെ തീരുമാനിച്ചതെന്നും അലീനയുടെ നിയമനം വിദ്യാഭ്യാസ വകുപ്പ് അംഗീകരിച്ചിരുന്നില്ല എന്നും റിപ്പോർട്ടിലുണ്ട്. 13 ലക്ഷം രൂപ കോഴ വാങ്ങിയിട്ടും സ്ഥിര നിയമനം നൽകാത്ത താമരശ്ശേരി അതിരൂപത കോർപ്പറേറ്റ് മാനേജ്മെന്റിനെതിരെ കുടുംബവും രംഗത്തെത്തിയിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി MS അനീഷ് കുമാർ ചേരും കോഴിക്കോട് നിന്ന്. പക്ഷേ താമരശ്ശേരി രൂപതയുടെ കീഴിലുള്ള മാനേജ്മെന്റ് ഇത് നിഷേധിക്കുന്നുണ്ട്. പക്ഷേ വിദ്യാഭ്യാസ വകുപ്പിന്റെ റിപ്പോർട്ടിൽ വ്യക്തമാകുന്നത് ഇല്ലാത്ത ഒഴിവിലേക്കാണ് ഈ നിയമനം നടന്നത് എന്നാണ്. അതിനാൽ തന്നെ നിയമനം അംഗീകരിക്കപ്പെട്ടിരുന്നില്ല, ശമ്പളവും കിട്ടിയിരുന്നില്ല. കൂടുതൽ വിവരങ്ങളുമായി MS അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, ഇതിൽ ഈ അധ്യാപിക അലീനയുടെ കുടുംബം പറയുന്ന കാര്യം പൂർണ്ണമായിട്ടും ശരിവെക്കുന്നതാണല്ലോ വിദ്യാഭ്യാസ വകുപ്പിന്റെ റിപ്പോർട്ട്. മഞ്ജുഷ, തീർച്ചയായിട്ടും ഈ മാനേജ്മെന്റിന് അതീവ ഗുരുതരമായ പിശക് കാര്യത്തിൽ പറ്റി എന്നതിന് വ്യക്തമാവുന്ന തെളിവുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. കാരണം ആദ്യം അലീന ജോലി ചെയ്ത കട്ടപ്പാറ സ്കൂളിലെ നിയമനം എന്നതൊരു ലീവ് വേക്കൻസി ആയിരുന്നു. അവിടുത്തെ അധ്യാപിക
അവധിയിൽ പ്രവേശിക്കുന്നു. അതുകൊണ്ട് ദീർഘാവധി ആയതുകൊണ്ട് തന്നെ അങ്ങനെ ജോലിയിൽ പ്രവേശിക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് 13 ലക്ഷം രൂപ വാങ്ങി നിയമനം നടത്തിയത്. എന്നാൽ പിന്നീട് ആ അധ്യാപിക ജോലിക്ക് തിരിച്ചു വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും അവിടുത്തെ ലീവ് വേക്കൻസി ഇല്ലാതാവുന്ന ഒരു അവസ്ഥയും ഉണ്ടാവുന്നു. ഒപ്പം ഈ അധ്യാപികയ്ക്ക് മതിയായ യോഗ്യതകൾ കേട്ടക്കടക്കമുള്ളവ ഇല്ലാതിരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആദ്യഘട്ടത്തിൽ ഈ DO ഓഫീസിലേക്ക് അപേക്ഷ നൽകിയെങ്കിലും മതിയായ യോഗ്യതകളില്ല. ഒപ്പം ഈ നിയമനം പൂർണ്ണമായും ഇല്ലാതായാൽ മാത്രമേ, അതായത് അവധിയിൽ പോയ അധ്യാപിക തിരിച്ചു കയറില്ല എന്ന് ഉറപ്പായി അവർ വിരമിച്ചാൽ മാത്രമേ ആ തസ്തികയിലേക്ക് പുതിയ നിയമനം നടത്താൻ കഴിയുള്ളൂ. അങ്ങനെ സാങ്കേതികമായി ആ നിയമനം നടത്താൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്. ഇക്കാര്യത്തിൽ ഈ ഒരു സംഭവത്തെ തുടർന്ന് വീണ്ടും അലീനയും കുടുംബവും സ്കൂൾ അധികൃതരുമായി ബന്ധപ്പെട്ടപ്പോൾ പിന്നീട് കോർപ്പറേറ്റ് മാനേജ്മെന്റ് ആണ് കോടഞ്ചേരിയിലെ മറ്റൊരു സെന്റ് ജോസഫ് LP സ്കൂളിലേക്ക് നിയമനം മാറ്റി നൽകിയത്. പക്ഷേ അവിടെയും ഒരു നിയമനത്തിനുള്ള തസ്തിക നിലവിൽ സാധാരണഗതിയിലില്ല. കാരണം അവിടുത്തെ ഒരു അധ്യാപിക വിരമിച്ചപ്പോൾ അവിടെ പകരം നിയമനം നടത്തേണ്ടത് ഭിന്നശേഷി വിഭാഗത്തിലുള്ള ഒരാളെയാണ്. ഇത്തരത്തിൽ കോർപ്പറേറ്റ് മാനേജ്മെന്റിന് കീഴിൽ 4 ഭിന്നശേഷി അധ്യാപകരെ നിയമിച്ചാൽ മാത്രമേ ഇനി മാനേജ്മെന്റിന് മറ്റൊരു സാധാരണഗതിയിലുള്ള അധ്യാപികയെ നിയമിക്കാൻ അല്ലെങ്കിൽ അധ്യാപകനെ നിയമിക്കാൻ കഴിയുള്ളൂ. ഇക്കാര്യം മാനേജ്മെന്റിന് അറിയാമെങ്കിലും ഇത് മറച്ചുവെച്ചാണ് ആദ്യത്തെ സ്കൂളിൽ നിന്നും രണ്ടാമത്തെ സ്കൂളിലേക്ക് അലീനയെ സ്ഥലം മാറ്റിയത്. ഒപ്പം ഈ സ്ഥലം മാറ്റിയ ശേഷം തസ്തികയ്ക്ക് വേണ്ടിയുള്ള അപേക്ഷ നൽകിയതാവട്ടെ ജനുവരി പകുതിയോളം ആയിട്ടാണ്. അതായത് 1 മാസത്തിന് ഉള്ളിലാണ് ഇത്തരമൊരു അപേക്ഷ നൽകിയതും. ആ അപേക്ഷ നൽകുമ്പോഴും മാനേജ്മെന്റിന് അറിയാം 4 ഭിന്നശേഷിക്കാരെ നിയമിച്ചാൽ മാത്രമേ പിന്നീട് ഒരാളെ നിയമിക്കാൻ കഴിയുകയുള്ളൂ എന്ന്. പക്ഷേ ഇക്കാര്യവും മറച്ചുകൊണ്ടാണ് നിയമനം നടത്തിയത്. മാനേജ്മെന്റ് പറയുന്ന വാദങ്ങൾ പൂർണ്ണമായി പൊളിയുന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ട്. ഒപ്പം 1 രൂപ പോലും സംഭാവന വാങ്ങിയില്ല എന്ന് മാനേജ്മെന്റ് അവകാശപ്പെടുന്നു. പക്ഷേ 13 ലക്ഷം രൂപ നൽകി എന്നാണ് കുടുംബം പറയുന്നത്. സനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. ഇല്ലാത്ത ഒഴിവിന്റെ പേരിലാണ് അധ്യാപികയായിട്ട് നിയമനം നൽകിയത്. അതിൽ 13 ലക്ഷം രൂപ വാങ്ങുകയും ചെയ്തിട്ടുണ്ട്. താമരശ്ശേരി അതിരൂപതയുടെ കീഴിലുള്ള കോർപ്പറേറ്റ് മാനേജ്മെന്റ് എന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് ശരിവെക്കുകയാണ് മാനേജ്മെന്റിന് പറ്റിയ വീഴ്ച. ശമ്പളം കിട്ടാത്തതിൽ മനം നൊന്ന് കോഴിക്കോട് കട്ടിപ്പാറയിൽ അധ്യാപിക ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതിഷേധവുമായി KSTA താമരശ്ശേരി AEO ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് സംസ്ഥാന പ്രസിഡന്റ് KP അബ്ദുൾ മജീദ് ഉദ്ഘാടനം ചെയ്തു. എയ്ഡഡ് സ്കൂളുകൾ സർക്കാർ ഏറ്റെടുക്കണമെന്നും നിയമനം നടത്തണമെന്നും കുറ്റക്കാർക്കെതിരെ നടപടി വേണമെന്നും സംഘടന ആവശ്യപ്പെട്ടു. അതിരപ്പള്ളിയിൽ നിന്ന് പിടികൂടി കോടനാട് എത്തിച്ച ആനയുടെ ആരോഗ്യനിലയിൽ കാര്യമായ പുരോഗതിയില്ല. ആന സാധാരണ നിലയിലാകാൻ 30% സാധ്യത മാത്രമേ ഉള്ളൂവെന്നാണ് ഡോക്ടർമാരുടെ വിലയിരുത്തൽ. ആന തീറ്റയെടുത്ത് തുടങ്ങിയിട്ടുണ്ട്. ആന കൂടുമായി ഇണങ്ങി തീറ്റയെടുക്കുന്നത് നല്ല ലക്ഷണമായി ഡോക്ടർമാർ കാണുന്നു. പ്രത്യേകം തയ്യാറാക്കിയ കൂട്ടിൽ കൊമ്പൻ ശാന്തനാണ്. ആനയുടെ മയക്കവും ഇന്നലെ രാത്രിയോടെ വിട്ടുമാറി. ഇന്നും നാളെയും ഡോക്ടർ അരുൺ സക്കറിയ ആനയ്ക്ക് ചികിത്സ നൽകും. ആനയുടെ മുറിവിൽ മരുന്ന് വയ്ക്കാൻ കഴിയുന്ന തരത്തിലാണ് കൂട് നിർമ്മിച്ചിരിക്കുന്നത്. പക്ഷേ ആന സ്വാഭാവിക ജീവിതത്തിലേക്ക് മടങ്ങിവരാൻ ഇപ്പോഴും 30% സാധ്യത മാത്രമാണുള്ളതെന്ന് ഡോക്ടർമാർ പറയുന്നു. 1 അടിയോളം ആഴത്തിലുള്ളതാണ് തലയിൽ കണ്ടെത്തിയ മുറിവ്. 1.5 മാസത്തോളം തുടർച്ചയായി ചികിത്സ നൽകേണ്ടി വരും. പുഴു കയറിയതാണ് വീണ്ടും മുറിവ് ഗുരുതരമാകാൻ കാരണം. പഴുപ്പ് പൂർണ്ണമായും നീക്കം ചെയ്തു. പ്രത്യേക മെഡിക്കൽ സംഘം ആനയ്ക്ക് നൽകേണ്ട ചികിത്സയിൽ മാർഗരേഖയുണ്ടാക്കിയിട്ടുണ്ട്. 24 മണിക്കൂർ നിരീക്ഷണമുണ്ടാകും. ആനയെ തിരികെ കാട്ടിലേക്ക് അയക്കുന്നതിനെക്കുറിച്ച് വനംവകുപ്പുമായി ചർച്ച ചെയ്തതിനു ശേഷമാകും തീരുമാനം. ന്യൂസ് 18 കൊച്ചി. കോതമംഗലം കോട്ടപ്പടിയിൽ കാട്ടാന ആക്രമണം. ആനകൾ വ്യാപകമായി കൃഷി നശിപ്പിച്ചു. വാഴ, തെങ്ങ്, കമുക് എന്നിവയാണ് നശിപ്പിച്ചത്. കൃഷിനാശമുണ്ടായതോടെ വലിയ ബുദ്ധിമുട്ടിലാണ് കർഷകർ. 6 മണി മുതൽ ഇവിടെ കൂപ്പിൽ ഭയങ്കര ബഹളമായിരുന്നു ആന. ഇന്ന് വെളുപ്പിന് 4 മണിക്കാണ് ഇവിടെ ഇറങ്ങി 2 ആനകൾ ഇറങ്ങി ശല്യം ചെയ്തു. വാഴ മുഴുവൻ കളഞ്ഞു, അടയ്ക്കാമരം കുത്തിപ്പൊളിച്ച് കളഞ്ഞു, 2 തെങ്ങിൻ്റെ തറയ്ക്ക് ഒടിച്ച് കളഞ്ഞു. അങ്ങപ്പുറം ഒരു പറമ്പിൽ 1:30 മണി സമയത്ത് ചെന്നായിട്ട് അയൽവാസിയായ ചേട്ടൻ പറഞ്ഞു രാത്രി സന്ധ്യയായി കഴിഞ്ഞാൽ ആന ഒരു പറമ്പുകളിൽ നിന്ന് ഒഴിവാകണില്ല. ഒരു പറമ്പില്ലെങ്കിൽ തൊട്ടടുത്ത പറമ്പിലേക്ക് കയറി ഇറങ്ങി ഇങ്ങനെ നടക്കുകയാണ്. ഇല്ല ഈ കാര്യത്തിൽ സർക്കാരിൻ്റെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഇത്തിരി കൂടി തീവ്രമായ ഒരു മനോഭാവം ഉണ്ടാവണം ആന ഓടിക്കാമെന്ന് എനിക്ക് പറയാനുണ്ട്. പാലക്കാട് നെല്ലിയാമ്പതി പുലയമ്പാറയിൽ കിണറ്റിൽ വീണ പുലിയെ രക്ഷപ്പെടുത്തി. ഇന്നലെ വൈകിട്ട് 4 മണിയോടെയാണ് പുലി വീണത്. കിണറ്റിലേക്ക് കൂടിറക്കിയാണ് പുലിയെ കരയ്ക്ക് കയറ്റിയത്. RRT സംഘവും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും എത്തിയാണ് പുലിയെ രക്ഷിച്ചത്. പുലി പൂർണ്ണ ആരോഗ്യവാനാണ്. പുലിയെ പറമ്പിക്കുളം വനമേഖലയിൽ തുറന്നുവിട്ടു. പൈപ്പിന് ബലം ഉണ്ടാവില്ല സാർ.
വന്യജീവി ആക്രമണങ്ങളിൽ വിചിത്ര നിലപാടുമായി വനമന്ത്രി എ.കെ. ശശീന്ദ്രൻ. മുന്നറിയിപ്പുകൾ അവഗണിക്കുമ്പോഴാണ് വന്യജീവി ആക്രമണങ്ങൾ ഉണ്ടാകുന്നതെന്നാണ് എ.കെ. ശശീന്ദ്രൻ പറയുന്നത്. സംഭവങ്ങൾ പലതും നടക്കുന്നത് കാടിനുള്ളിൽ വെച്ചാണ്. വനം വകുപ്പിന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടായിട്ടുമില്ല. പരാതികൾ പലതും വികാരപരമായ സാഹചര്യങ്ങളിൽ നിന്നുണ്ടാകുന്നതാണ്. പരിഹാരത്തിനെന്ന് പറഞ്ഞു നടക്കുന്ന പല ചർച്ചകളും പോസിറ്റീവല്ലെന്നും മന്ത്രി കുറ്റപ്പെടുത്തി. ന്യൂസ് 18ന്റെ Q18-ലായിരുന്നു എ.കെ. ശശീന്ദ്രന്റെ ഈ പരാമർശങ്ങൾ. വനം കയ്യേറ്റമാണോ ഇതിന്റെ എല്ലാം കാതലായിട്ടുള്ള കാരണം? അത് തുറന്നു പറയാൻ രാഷ്ട്രീയ നേതാക്കൾക്ക് കഴിയാത്തതാണ്. കാടിൻ്റെ സമീപത്തോടു കൂടിയോ ഉൾക്കാടുകളിലേക്കോ പോകുന്ന റോഡുകളിലാണല്ലോ ഇത് സംഭവിക്കുന്നത്. അവിടെ പോകുമ്പോൾ മുന്നറിയിപ്പുകൾ നമ്മൾ കൊടുത്തിട്ടില്ലേ, ബോർഡുകൾ വെച്ചിട്ടില്ലേ? ആരെങ്കിലും അനുസരിക്കുന്നുണ്ടോ? അല്ല, ഈ കാട്ടാന വന്ന് ചവിട്ടിക്കൊന്നതും കടുവ പിടിച്ചതും പുലി ഇറങ്ങിയതും ഒക്കെ ഈ അതിർത്തി റോഡുകളിലാണോ? ആണല്ലോ. കൃഷിയിടങ്ങളിൽ വരികയും ഇപ്പോൾ ഒരു കൃഷിയിടങ്ങളിൽ തൊട്ടാണല്ലോ ഈ കാടുള്ളത്. കാടും കൃഷിയിടങ്ങളും തമ്മിൽ എത്ര വ്യത്യാസമുണ്ടോ? ഈ കടുവ പിടിച്ചൊരു സ്ത്രീ മരിച്ച സംഭവത്തിൽ വനം വകുപ്പ് അവിടെ ലൈറ്റ് പോലും ഇട്ടിട്ടുണ്ടായിരുന്നില്ല, പലതവണ പറഞ്ഞു, അതുപോലും ചെയ്തില്ല എന്നൊക്കെയുള്ള ചെറിയ ചെറിയ വീഴ്ചകളാണ്. ലൈറ്റ് ഇടണമെന്ന് ആര് പറഞ്ഞു? ആരോട് പറഞ്ഞു? എപ്പോ പറഞ്ഞു? നാട്ടിൽ അത് അവിടെ പറയാൻ വികാരപരമായി പറയാം. അപ്പോൾ ഞാൻ ആ വികാരം പറയുമ്പോൾ ശരി ആയിക്കോട്ടെ എന്ന് പറയാന്നല്ലാതെ. കോഴിക്കോട് അധ്യാപകരുടെയും സഹപാഠികളുടെയും ചിത്രങ്ങൾ ടെലഗ്രാമിലൂടെ വിൽപ്പന നടത്തിയ വിദ്യാർത്ഥി അറസ്റ്റിലായി. കോഴിക്കോട്ടെ പ്രമുഖ കൊമേഴ്സ് പഠന സ്ഥാപനത്തിലെ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും ശരീരഭാഗങ്ങളുടെ ചിത്രങ്ങളാണ് ഓൺലൈനിൽ വിൽപ്പന നടത്തിയത്. ഞെട്ടിക്കുന്ന സൈബർ കുറ്റകൃത്യങ്ങളിലേക്കാണ് സോഷ്യൽ മീഡിയ ഉപയോഗം യുവതലമുറയെ കൊണ്ടെത്തിക്കുന്നത്. കോഴിക്കോട് പ്രമുഖ കൊമേഴ്സ് പഠന സ്ഥാപനത്തിൽ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും ശരീരഭാഗങ്ങളുടെ ചിത്രങ്ങൾ പകർത്തി ടെലഗ്രാമിലൂടെ വിൽപ്പന നടത്തിയത് അതേ സ്ഥാപനത്തിലെ വിദ്യാർത്ഥികളാണ്. തിക്കോടി സ്വദേശിയായ വിദ്യാർത്ഥി ആദിത്യദേവിനെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടു. ചിത്രങ്ങളെല്ലാം പകർത്തിയത് ക്ലാസ് മുറിയിൽ നിന്ന് തന്നെ. ചിത്രങ്ങൾ വ്യാപകമായി പ്രചരിച്ചതോടെയാണ് സംഭവം പുറത്തുവന്നത്. ഒരു ചിത്രത്തിന് 39 രൂപയാണ് വില. മിക്ക ചിത്രങ്ങളും വീഡിയോകളും ടെലഗ്രാമിലൂടെയാണ് പ്രചരിക്കുന്നത്. സന്ദേശങ്ങൾ അയക്കുക എന്നതിനു പുറമെ സിനിമകളുടെ വ്യാജ പതിപ്പുകൾ ഡൗൺലോഡ് ചെയ്യുന്നതിനും അശ്ലീല ഉള്ളടക്കങ്ങൾക്ക് വേണ്ടിയും ടെലഗ്രാം ഉപയോഗം കൂടുന്നുവെന്നും സ്വന്തം വീടുകളിൽ നിന്ന് പോലും ഇത്തരം ചിത്രങ്ങൾ പ്രചരിക്കുന്നതായും നേരത്തെ ന്യൂസ് 18 റിപ്പോർട്ട് ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. വിശാഖപട്ടണം ചാരക്കേസിൽ മലയാളി ഉൾപ്പെടെ 3 പേർ അറസ്റ്റിലായി. കൊച്ചി സ്വദേശി PR അഭിലാഷിനെയാണ് കൊച്ചിയിൽ നിന്ന് NIA അറസ്റ്റ് ചെയ്തത്. പിടിയിലായവർ നാവികസേനയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പാക് ചാര സംഘടനയ്ക്ക് കൈമാറിയെന്നാണ് കേസ്. കൈക്കൂലി കേസിൽ അറസ്റ്റിലായ എറണാകുളം RTO നടത്തിയത് വൻ തട്ടിപ്പ്. ജെർസന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ 74 വില കൂടിയ വിദേശ മദ്യക്കുപ്പികളും 64,000 രൂപയും പിടിച്ചെടുത്തു. അറസ്റ്റിലായ ഏജന്റുമാരെയും RTOയെയും ഇന്ന് കോടതിയിൽ ഹാജരാക്കും. RTOയെ സസ്പെൻഡ് ചെയ്യാൻ ഗതാഗത വകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട്. ബ്രൂവറി അനുമതിയിൽ CPM CPIയെ അപമാനിച്ചെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. നിലപാടില്ലാത്ത പാർട്ടിയായി CPI മാറി. എളപ്പുള്ളിയിലെ ബ്രൂവറിയിൽ പിന്നോട്ടില്ലെന്ന LDF പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് ഈ വിമർശനം. ഒരു കാരണവശാലും എളപ്പുള്ളിയിൽ ബ്രൂവറി അനുവദിക്കാൻ പ്രതിപക്ഷം സമ്മതിക്കില്ല. സാധാരണ CPIയെ AKG സെന്ററിൽ വിളിച്ചു വരുത്തിയാണ് അപമാനിക്കാറുള്ളത്. ഈ പ്രാവശ്യം MN സ്മാരകത്തിൽ തന്നെ പോയി CPIയെ അപമാനിച്ച സംഭവമാണ് ഈ ബ്രൂവറി വിഷയത്തിലുണ്ടായത്. നിലപാടില്ലാത്ത പാർട്ടിയായി CPI മാറി. അവരുടെ ആസ്ഥാനത്ത് പോയി അവരുടെ പാർട്ടി എടുത്ത നിലപാടിനെതിരായിട്ടുള്ളൊരു തീരുമാനമാണ് മുഖ്യമന്ത്രി അടിച്ചേൽപ്പിച്ചത്. മുഖ്യമന്ത്രിയുടെയും എക്സൈസ് മന്ത്രിയുടെയും തീരുമാനമാണ് LDFന്റെ മീതെ മറ്റ് കക്ഷികളുടെ മീതെ അടിച്ചേൽപ്പിക്കപ്പെട്ടത്. ഒയാസിസ് കമ്പനി വന്ന വഴി സുതാര്യമല്ല, അഴിമതിയുടെ വഴിയിലൂടെയാണ് അവർ വന്നത്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി. മാർപ്പാപ്പ സ്വയം പ്രഭാത ഭക്ഷണം കഴിച്ചെന്നും എല്ലാവരുടെയും പ്രാർത്ഥനകൾക്ക് പാപ്പ നന്ദി പറഞ്ഞെന്നും വത്തിക്കാൻ അറിയിച്ചു. പ്രധാനമന്ത്രി ജിയോർജിയോ മെലോനി ആശുപത്രിയിലെത്തി മാർപ്പാപ്പയെ കണ്ടു. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് ശക്തിപ്പെടുത്താൻ അമേരിക്ക നൽകുന്ന സഹായം തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനാണ് ഉപയോഗിച്ചതെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പുകൾക്ക് അമേരിക്ക പണം നൽകുന്നതിന്റെ ആവശ്യം എന്താണെന്നും ട്രംപ് ചോദിച്ചു. ഇലോൺ മസ്കിന്റെ നേതൃത്വത്തിലുള്ള ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസി ഇന്ത്യക്ക് നൽകി വന്ന 21 മില്യൺ അമേരിക്കൻ ഡോളർ സഹായം നിർത്തലാക്കിയിരുന്നു. ആ നടപടി ശരിവെച്ചാണ് ട്രംപിന്റെ പുതിയ പരാമർശം. റഷ്യ ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ അമേരിക്കയിൽ പണം ചെലവഴിച്ചതായും ട്രംപ് ആരോപിച്ചു.
ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യ ഇന്ന് ഇറങ്ങുകയാണ്. ആദ്യ കളിയിൽ എതിരാളികൾ ബംഗ്ലാദേശാണ്. പ്ലേയിങ് 11 ആരൊക്കെയാകും എന്ന തലവേദന ഇന്ത്യൻ ക്യാമ്പിലുണ്ട്. 2:30 ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ കൂടി നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 8070, പവന് 64,560. 18 ക്യാരറ്റ് ഗ്രാമിന് 6640, പവന് 53,120. വെള്ളി ഗ്രാമിന് 108, കിലോയ്ക്ക് 1,80,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. ഇടവേളയ്ക്ക് ശേഷം ചാമ്പ്യൻസ് ട്രോഫി വിശേഷങ്ങളാണ്. ഇന്ത്യ ബംഗ്ലാദേശ് മത്സരം അല്പസമയത്തിനകം തുടങ്ങും. അതിലേക്ക്